എൻ്റെ മാത്രമല്ല എൻ്റെ കുടുംബത്തിൽ 20 ലക്ഷം രൂപ ആ ബാങ്കിലുണ്ട്. പലിശയും തരുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഞാനിട്ട നിക്ഷേപിച്ച തുക എനിക്ക് തരുന്നില്ല. ഇപ്പോൾ ഞാൻ പത്രത്തിലൂടെയും മറ്റു കാര്യങ്ങളും അറിഞ്ഞായിരുന്നു. അവിടെ നിക്ഷേപിച്ചിരുന്ന ആനാട് എന്നുള്ള ഒരു സ്വദേശി 1 കോടിയിലധികം രൂപ അവിടെ നിക്ഷേപിച്ചതിന് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വിഷയം ഉണ്ടാവുകയും. ചേട്ടാ, എന്താണ് ശരിക്കും ആ ഒരു ബാങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള്? എത്ര രൂപ അവിടെ നിക്ഷേപിച്ചിരുന്നു? ഞാൻ ഇവിടെ ആനാട് LPS അധ്യാപകനായി അവസാനം 1 വർഷം ഹെഡ് മാസ്റ്ററായിട്ടാണ് റിട്ടയർ ചെയ്തത്. അപ്പം കിട്ടിയ പെൻഷൻ തുക മൊത്തവും ആ ബാങ്കിൽ അതിനു മുമ്പ് തന്നെ എൻ്റെ ജ്യേഷ്ഠനും അളിയനും എല്ലാം അവിടെ നിക്ഷേപം ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ബന്ധു കുട്ടി അവിടെ, ആ കുട്ടിക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ വർഷവും അവർക്ക് ഒരു ടാർഗറ്റ് ഇട്ട് നിക്ഷേപം പിടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ എന്നോട് ചോദിച്ചനുസരിച്ചാണ് ഞാൻ അവിടെ മൊത്തം കൊണ്ട് അവിടെ ഇട്ടത്. അത് എൻ്റെ മക്കളുടെ പഠിത്തവും അതുപോലെ മോളെ വിവാഹം ഇതൊക്കെ കണക്കാക്കി ഒരു കരുതൽ അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ആ പൈസ മൊത്തം അവിടെ കൊണ്ടിട്ടത്. അത് കുറെ എൻ്റെ മോൻ്റെ വിവാഹം ഇതിനിടയ്ക്ക് കഴിഞ്ഞു, 2 വർഷം മുമ്പ് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പൈസ എടുത്തു. പിന്നെ അല്പം വീട് മുകളിൽ നമ്മുടെ ടെറസിന് മുകളിൽ ഷീറ്റ് ഇടാനൊക്കെ കുറച്ച് പൈസ, അങ്ങനെ സോളാർ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ, അതൊക്കെ എടുത്ത് അത് മാത്രമുണ്ട് മിച്ചം. ബാക്കി മൊത്തവും ഏകദേശം 24 ലക്ഷം രൂപ വരെ പലിശ പോലും ഇല്ലാതെ SBയിൽ ഏകദേശം 2 ലക്ഷവും ബാക്കി FD ആയിട്ട് പോയ ഒരു കണ്ടീഷനിലാണ്. എന്താണ് ഇപ്പം ബാങ്കിൻ്റെ എന്ന് പറഞ്ഞാൽ അവര് ഒരു രേഖകളുമില്ലാതെ ഒരു ഗഹാൻ വെച്ച് ഒരുപാട് ലോണുകൾ കൊടുക്കുക, അതുപോലെ തന്നെ ഇത് നമ്മുടെ ചിട്ടികൾ ബിനാമി പേരുകളിൽ എഴുതിയെടുക്കുക, തിരിച്ചടവില്ലല്ലോ. ആ രീതിയിലാണ് അത്രയും പോയിരിക്കുന്നത്. അത് എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ ഇടപെട്ടിട്ടുണ്ടെന്നാണ് അറിയുന്നത്. തിരഞ്ഞെടുപ്പുകളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടിയിട്ട് പൈസ എടുത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്നാണ് അറിയുന്നത്. ഒരു സുഹൃത്താണല്ലോ മരണപ്പെട്ടത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തത്. അത് നമ്മുടെ നാടിന്റെ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട കക്ഷിയാണ് ശശി എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ ആ നാട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതലേ വളരെ അടുത്ത ബന്ധമുള്ള കക്ഷിയായിരുന്നു. അതായത് പലരെയും മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വിഷയം കൂടെയാണ്. അതിന് പറയണ്ടല്ലോ, അതുപോലെയുള്ള അവസ്ഥകളിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം കണ്ടാണല്ലോ ഈ പൈസ നിക്ഷേപിക്കുന്നത്. അല്ലാതെ നമുക്കെല്ലാം അധികം ഉണ്ടായിട്ട് കൊണ്ടിട്ടുന്നതല്ലല്ലോ. ഇന്നൊരു ലക്ഷ്യത്തിന് നമുക്ക് അന്ന് കരുതലുണ്ട്, കടന്ന ഓടണ്ടെന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണല്ലോ നമ്മൾ പൈസ കൊണ്ടിട്ടുന്നത്. ആ കാര്യം നടക്കാതെ വരുമ്പോൾ എന്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ അവസരത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും, ചിലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നതായിരിക്കാം. ആരെങ്കിലും പരിചയത്തിൽ ആരെങ്കിലും അറിയാമോ ഇതുപോലെ ചികിത്സയോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് ഇപ്പോ നിൽക്കുന്നത്? നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ഇടുന്നുണ്ട്. ഇതിന് നമ്മളവിടെ ഒരു നിക്ഷേപ സംരക്ഷണ സമിതിയൊക്കെ രൂപീകരിച്ച് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. അങ്ങനെ അതിന്റെ 1-2 തവണ അതിന്റെ പ്രവർത്തനത്തിനൊക്കെ പോയിട്ടുമുണ്ട്. അതിലൊക്കെ ഒരുപാട് പേരിങ്ങനെ പല കിഡ്നി അസുഖം, ഹാർട്ടിന്റെ അസുഖം കയറി ഇറങ്ങിയാൽ 5 പൈസയും ഇല്ല. എനിക്കും ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയ്ക്ക് ഒരു 2-3 തവണയായിട്ടൊരു 15,000 രൂപ അത് നമ്മൾ നിന്ന് യാചിച്ച് ആരെങ്കിലും ലോൺ അടയ്ക്കാൻ അങ്ങനെ കൊണ്ടുവരുന്നെങ്കിൽ ചിലപ്പോൾ 2,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ. നമ്മുടെ ഉദ്ദേശങ്ങൾ നടക്കില്ലല്ലോ ഇങ്ങനെ പൈസ കിട്ടിയിട്ട്. എനിക്ക് മോൾ ഏകദേശം അവളുടെ വിവാഹമായി എന്ന് വേണമെങ്കിൽ പറയാം. 1 വർഷം മുമ്പേ ആലോചന തുടങ്ങിയതാണ്. ഞാൻ അന്ന് പണ്ട് പറഞ്ഞ പോലെ നമുക്ക് പൈസ കിട്ടാനുള്ളവരാണ് പൊളിച്ചടക്കേണ്ട സ്ഥിതി. അങ്ങനെ ആ കണ്ടീഷനിലാണ്. പിന്നെ ഇപ്പൊ അടുത്ത ഈ മാസം തന്നെ 24-ാം തീയതി അവളുടെ ഒരു നിശ്ചയിപ്പ് വെച്ചിരിക്കുകയാണ്. കാരണം കല്യാണം നടത്താൻ നിവൃത്തിയില്ല. കല്യാണം എന്ന് നടത്താം എന്ന് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ്. അതായത് സമ്പാദ്യം മുഴുവൻ ബാങ്കിലാണ്. പിന്നെ കിട്ടുന്ന പെൻഷൻ കൊണ്ടങ്ങനെ വീട്ടുകാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ആ കണ്ടീഷൻ. ആ കുട്ടി ഇപ്പൊ പോകുന്നില്ല. ആ കുട്ടിയുടെ കെയർ ഓഫിൽ തന്നെ ഇവിടെ ഉള്ള ആ നാടുള്ള മിക്കവാറും എല്ലാം ആ കുട്ടിയുടെ കെയർ ഓഫിൽ തന്നെയാണ് പോയത്. അവരും അവസാന നിമിഷം വരെ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു സ്ഥിതി ആ ബാങ്കിന് ഉണ്ടെന്നുള്ളത്. ആ കുട്ടികൾ അവരെ അതിന് ഉള്ളിലുള്ള കാര്യങ്ങളിൽ അവരെ ഇടപെട്ടിരിക്കില്ലായിരുന്നു. പക്ഷെ അവസാനം ആരോപണം വന്നത് അവരാണത് പറഞ്ഞ് ബാങ്കിനെ പൊളിച്ചത്. അവര് പറഞ്ഞത് കൊണ്ടാണ് എല്ലാവരും കൂടെ ഒന്നിച്ച് പൈസയ്ക്ക് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു അവിടുത്തെ പ്രചാരണങ്ങൾ. എങ്ങനെ തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ക്രൈംബ്രാഞ്ചൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഇനി ഇവര് തന്നെ ബിനാമി ലോണുകൾ എടുത്തവര് തന്നെ സ്വത്ത് വകകളൊക്കെ
ഉണ്ടോ, ആരുടെയെങ്കിലും ഒക്കെ പേര് വാങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്തുക എന്നുള്ളത് അവരുടെ ജോലിയല്ലേ, നമുക്ക് വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ മുതലാക്കാൻ പറ്റുമെങ്കിലേ ഉള്ളൂ. അത് നമ്മുടെ ജീവിതകാലത്ത് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കില്ല. എനിക്ക് 3 തവണയായിട്ട് 3.5 ലക്ഷം രൂപ, 2 ലക്ഷം, 1 ലക്ഷം, പിന്നെ 50,000 രൂപ, അങ്ങനെ 3 തവണയായിട്ടാണ് ഇട്ടത്. 3.5 ഇട്ടു. എൻ്റെ മകള് 4 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 7.5 ലക്ഷം രൂപയാണ് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് നഷ്ടമായത്. എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നുണ്ടോ? നടപടി എന്ന് വെച്ചാൽ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പം ഞങ്ങള് പിന്നെ DGPക്കും പിന്നെ സഹകരണ സംഘ രജിസ്ട്രാർക്കും വിജിലൻസിലും DYSP നെടുമങ്ങാടിനൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ DGP പോയി നേരിട്ട് കണ്ടു. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിലല്ലേ ജോലി ചെയ്തിരുന്നു. അപ്പോൾ DGP എടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ അത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് തന്നെ അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും നടക്കും. അങ്ങനെ ക്രൈംബ്രാഞ്ച് ആ കേസ് ഏറ്റെടുത്തതിന് ശേഷം ഇപ്പൊ അന്വേഷണം നടന്നു വരുന്നു എന്ന് അറിയുന്നു. അപ്പൊ അതിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന രാഗിയെ അറസ്റ്റ് ചെയ്തെങ്കിൽ അവര് നമ്മളെ പൈസ എടുത്ത് തന്നെയാണ് അവര് ജാമ്യത്തിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അതിൽ 2 പ്രതികള് ഒളിവിലായി പോയതിനു ശേഷം ഇപ്പം ഗൾഫിലാണെന്നും അറിയുന്നു. അതായത് പണം തട്ടിയവരൊക്കെ അവരെല്ലാം നാട് കടന്നു വെച്ചാൽ 2 ദിനു ചന്ദ്രനും പിന്നെ ഒരു വേറൊരു പഴയ സെക്രട്ടറി, അവർ 2 പേരും ഗൾഫിലാണെന്ന് അറിയപ്പെടുന്നു. ഇനിയിപ്പോ എന്താണ് പണം തിരികെ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സഹകരണ സംഘ രജിസ്ട്രാറിന്റെ ഓഫീസിൽ നിന്ന് ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ ജീവനക്കാരിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ പണങ്ങളെല്ലാം അന്വേഷിച്ച് അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തി അത് ജപ്തി ചെയ്ത് ഞങ്ങൾക്ക് ഇതേപോലെയുള്ള നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നു. സഹകരണ സംഘ രജിസ്ട്രാർ ഇത് അന്വേഷിച്ച് നടപടി ഉണ്ടാകണം. അല്ലാതെ നമുക്ക് പോലീസിലെന്ന് പറയുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനേ പറ്റുള്ളൂ. പൈസ കിട്ടണമെങ്കിൽ സംഘ രജിസ്ട്രാർ ഇത് അന്വേഷണം ഇതുവരെ, ഞാൻ ഇന്നലെയും പോയി മുണ്ടേല സൊസൈറ്റിയിൽ, ഇതുവരെ അന്വേഷണത്തിന് വന്നില്ല. അവരെ പ്രതിയാക്കണം. കാരണം അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഇതേപോലെ പരാതി കൊടുത്തിട്ട് അതിൽ നിന്ന് എന്തുകൊണ്ട് അന്വേഷണം വരുന്നില്ല? സംഘത്തിലൊരു വരുമ്പോൾ സർക്കാരിന്റെ ഭാഗമായിട്ട് സഹകരണ സംഘമല്ലേ അന്വേഷിക്കേണ്ട. അവരൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്നാൽ മാത്രമേ ഞങ്ങൾ നിക്ഷേപിച്ച പൈസ തിരിച്ചു കിട്ടൂ എന്നുള്ളത് എന്റെ തോന്നൽ അങ്ങനെയാണ്. നമ്മുടെ റിട്ടയർമെന്റ് പൈസയും പിന്നെ എന്റെ മോക്ക് കുറച്ച് പൈസ അവക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാടക കെട്ടിടം ഞങ്ങൾ വാങ്ങിക്കൊടുത്തു, എന്റെ റിട്ടയർമെന്റ് പൈസ കൊടുത്ത്. അതിൽ നിന്ന് കിട്ടുന്ന, അവക്ക് ജോലി ആയില്ല, BEd കഴിഞ്ഞിട്ട് ജോലി ആവാത്തോണ്ട് അതിൽ നിന്ന് റെന്റ് കൂടി ചേർത്താണ് അവൾ ഇട്ടത്. എന്റെ റിട്ടയർമെന്റ് പൈസ തന്നെയാണ്. എൻ്റെ പേര് ഗോകുമാർ എന്നാണ്. മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ സൊസൈറ്റിയിൽ നിക്ഷേപകനായിരുന്നു. മകളുടെ ഒരു വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ വിഡ്രാ ചെയ്യാൻ നിന്നപ്പോഴാണ് അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. ഒരു 10-20 തവണ നമ്മൾ നടത്തിച്ചിട്ടും ആ പൈസ കിട്ടിയിട്ടില്ല. ഒടുവിൽ 1 ലക്ഷം രൂപ FD ഉള്ളതിനെ ക്ലോസ് ചെയ്ത് SBIയിൽ ഇട്ടാൽ കുറേശ്ശെ തരാമെന്ന് പറഞ്ഞു. ആ പൈസയും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഏകദേശം എത്ര രൂപ? എൻ്റെ പേരിന് 11 ലക്ഷം രൂപയുണ്ട്. വൈഫിൻ്റെ പേരിന് 10 ലക്ഷം രൂപയുണ്ട്. ഇത് ഇവിടെ താമസിക്കുന്ന എൻ്റെ അനിയനാണ്, അവനും 10-20 ലക്ഷം രൂപയുണ്ട്. ചേച്ചി, ഇത് ഞങ്ങൾ പെട്ടുപോയത് ഞങ്ങളുടെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ എംപ്ലോയിയാണ്. അതിനെ സ്ഥിരപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യിപ്പിച്ചതാണ്. എന്നിട്ട് അതിന് സാലറി ഫിക്സ് ചെയ്ത്, ശമ്പള സ്കെയിൽ അനുസരിച്ച് സാലറിയൊക്കെ ഫിക്സ് ചെയ്ത് കൊടുത്തു. പക്ഷെ അതിൻ്റെ പോസ്റ്റ് സാങ്ഷൻ ചെയ്ത് വാങ്ങിയിട്ടില്ലായിരുന്നു. അതിന് വെറും 5000 രൂപ കൺസോളിഡേറ്റഡ് പേ നിയമനത്തിന് മാത്രമേ ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിയിട്ടുള്ളൂ. അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിന് സ്കെയിൽ ഓഫ് പേ അനുവദിച്ചതായിട്ട് പറഞ്ഞ് അതിന് ശമ്പളമൊക്കെ കൊടുത്തു വന്നിരുന്നു. അതിനെയും ചതിച്ചു, നമ്മളെയും ചതിച്ചു. അതായത് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നവരും പോലും അറിഞ്ഞിരുന്നില്ല. അപ്പം ആരെങ്കിലും മറ്റ് സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇത്തരത്തില് ബുദ്ധിമുട്ടുള്ളത്? ഒരുപാട് പേരുണ്ട്. ഞാൻ ഈ നിക്ഷേപക കൂട്ടായ്മയുടെ ചെയർമാനായിരുന്നു. ആ കൂട്ടായ്മയിൽ നിന്നൊരു പുതിയ ഇലക്ഷന് കുറച്ച് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് പുതിയ ബോർഡ് ഉണ്ടാക്കാമെന്നുള്ള ശ്രമത്തിലായിരുന്നപ്പോഴാരും തന്നെ നിൽക്കാൻ തയ്യാറല്ല. ഇങ്ങനെയുള്ളൊരു സംഘത്തിനെ എടുത്ത് ബാധ്യത വയ്ക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പലരും പിന്മാറി. ഞങ്ങളാരും മെമ്പർഷിപ്പ് ഉള്ളവരല്ല അതിനകത്ത്. എൻ്റെ തലപ്പത്ത് നിൽക്കുന്ന, ഈ കൂട്ടായ്മയുടെ തലപ്പത്ത് നിൽക്കുന്ന ആർക്കും തന്നെ അതിൽ മെമ്പർഷിപ്പ് ഇല്ല. അവരെല്ലാം വെറും ഡെപ്പോസിറ്റേഴ്സ് എന്നുള്ളതേ ഉള്ളൂ. മറ്റുള്ളവരെയൊക്കെ സമീപിച്ചപ്പോൾ അവരെല്ലാം തന്നെ പുറകോട്ട് മാറുകയാണ് ചെയ്തത്. ഒടുവിൽ ഒരു 10 പേരെ കാൻഡിഡേറ്റായിട്ട് കിട്ടി. നമുക്ക് 13 പേര് വേണം. അവർ 13 പേരുള്ള ഒരു പാനല്, കോൺഗ്രസ്സുകാരും ഒരു പാനൽ വെച്ചായിരുന്നു. പക്ഷേ അവസാനം സ്ക്രൂട്ടണിയിൽ
അവരുടെ 4 മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ, നമ്മളുടെ 6 അങ്ങനെ 10 പേരുള്ള ഒരു ബോർഡ് ഇപ്പം നിലവിലുണ്ട്. ആ ബോർഡ് നിലവിൽ വന്നപ്പോൾ ഡെപ്പോസിറ്റേഴ്സായിട്ട് നിന്നവർ ക്രോസ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള, ക്രോസ് അഡ്ജസ്റ്റ്മെന്റ് അറിയാമായിരിക്കും അല്ലേ? ഒരു നിക്ഷേപകന്റെ നിക്ഷേപം അയാൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ലോണിയുടെ അതുമായിട്ട് തട്ടിക്കഴിച്ച് അവരുടെ ഇടപാട് റെക്കോർഡിക്കലായിട്ട് ബാങ്കിൽ ക്ലോസ് ചെയ്യിപ്പിക്കുക. അതാണ്. അപ്പോൾ പാവങ്ങളായ, ഇതിന് സാധ്യതയില്ലാത്ത ആയിരക്കണക്കിന് പാവങ്ങൾ ഒരു പൈസയും കിട്ടാത്തൊരു സ്ഥിതിവിശേഷം വരും. അതിന് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ പുറത്താണ്. ഞാൻ അതിന് പോകുന്നില്ല. ഞാനപ്പോഴേ അവരുടെ ഗുഡ് ബൈ പറഞ്ഞു, നിങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, എൻ്റെ ചെയർമാൻഷിപ്പ് സ്ഥാനം ഞാൻ ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഇറങ്ങിപ്പോന്നു. ഇനിയിപ്പോ എങ്ങനെയാണ് ഈ ഒരു പണം തിരികെ കിട്ടാനൊരു സാഹചര്യം? പണം തിരികെ കിട്ടുന്നതിന് ഒന്നുകിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് ഉണ്ടാകണം. അതിനുള്ള ശ്രമമാണ് ഞാൻ നേരത്തെ നടത്തിയിരുന്നത്. കാരണം ഇപ്പോൾ LDFന്റെ ഭരണമാണ്, ഞാനൊരു LDF അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ LDFന്റെ ലീഡർഷിപ്പിനെയൊക്കെ പോയി കാണുകയും ഇങ്ങനെ ഒരു നിക്ഷേപകരുടെ ഒരു ബോർഡ് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഇതിനെ സഹായിക്കാം. കേരള ബാങ്കിൽ നിന്ന് ഒരു ഓഡിയോ മറ്റോ ഒക്കെ അനുവദിപ്പിച്ച് നമുക്ക് ഇതിനെ തൽക്കാലം നിലനിർത്തിക്കൊണ്ട് ഈ കേസ് പറഞ്ഞ് മോഷ്ടിച്ചവരെ നിന്ന് പൈസ തിരിച്ചു പിടിച്ച് ഇതിനെ തിരിച്ചു കൊണ്ടുവരാം, അതിനൊരു സാഹചര്യം ഒരുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഈ കൂട്ടായ്മയിലുള്ളവർ സമ്മതിക്കാതെ അതിനെ കലക്കുകയാണ് ചെയ്തത്. ഇനി പൈസ കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഇതുമില്ല. ക്രൈംബ്രാഞ്ചിന്റെ കേസ് അന്വേഷണവും വളരെ സ്ലോ ആണ്. അവർ വിചാരിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഡിപ്പാർട്ട്മെന്റിൽ 68 എൻക്വയറിക്കുള്ള അന്വേഷണ ഉത്തരവൊക്കെ ഇട്ടു. 3 തവണ അത് എക്സ്റ്റെൻഡ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയും എക്സ്റ്റെൻഡ് ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ ഓഫീസിലും വരുന്നില്ല, അന്വേഷണവും നടത്തുന്നില്ല. ഇതാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനം. കള്ളന്മാർക്ക് കൂട്ടിയിക്കുക എന്നുള്ളതാണ് സഹകരണ വകുപ്പിലുള്ള 90% ജീവനക്കാരും ചെയ്യുന്നതെന്നാണ് എൻ്റെ അനുഭവം. ഇതാണ്, അതായത് കല്യാണം, ചികിത്സ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കണ്ടുകൊണ്ട് പണം നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിസ്സഹായരായിട്ട് നിൽക്കുന്ന സാഹചര്യമുള്ളത്. ഇവരുടെ പ്രതിഷേധം അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം അടക്കം തുടങ്ങി വെച്ചു. പക്ഷെ അതും പാതി വഴിയിലായത് അല്ലെങ്കിൽ മെല്ലപ്പോക്കിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് വേണ്ടതുണ്ട്. അതിന് അധികാരികൾ കണ്ണു തുറക്കേണ്ടതുണ്ട്. ഞാൻ നെയ്യാറ്റിക്കര താമസിക്കുകയാണ്. എൻ്റെ 5 ലക്ഷം രൂപ രാജീവ് ഗാന്ധി റെസിഡൻഷ്യൽ സൊസൈറ്റിയിൽ ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. 2020 നിക്ഷേപിച്ചത്. എനിക്കത് 2022 വരെ കൃത്യമായിട്ട് എൻ്റെ പലിശയും മറ്റു കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് പൈസയൊന്നും കിട്ടിയില്ല. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ 20 ലക്ഷം രൂപ ആ ബാങ്കിലുണ്ട്. പലിശയും തരുന്നില്ല. അതോടൊപ്പം തന്നെ ഞാനിട്ട നിക്ഷേപിച്ച തുക എനിക്ക് തരുന്നില്ല. ഇപ്പോൾ ഞാൻ പത്രത്തിലൂടെയും മറ്റു കാര്യങ്ങളും അറിഞ്ഞായിരുന്നു. അവിടെ നിക്ഷേപിച്ചിരുന്ന ആനാട് എന്നുള്ള ഒരു സ്വദേശി 1 കോടിയിലധികം രൂപ അവിടെ നിക്ഷേപിച്ചതിന് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വിഷയം ഉണ്ടാവുകയും അവസാനം ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തു. ഇതുപോലെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ തുക നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ കീഴിലുള്ള ഒരു സഹകരണ സംഘമാണ്. നല്ല രീതിയിൽ ആദ്യം പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നെ ഇടയ്ക്ക് അതിനകത്തുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ബാങ്കിനെ തകർക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പല നടപടികൾ എടുക്കുകയും അത് സാധാരണപ്പെട്ട ആൾക്കാരെ ബാധിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് പേരുടെ ഒരു അത്താണിയാണ് സഹകരണ ബാങ്കുകൾ. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും ശരി, ഇടതുപക്ഷത്തിൻ്റെതായാലും ശരി, കോൺഗ്രസിൻ്റെതായാലും ശരി, BJPയുടെ ആയാലും ശരി, അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം സമ്പാദിച്ച് പല ആവശ്യങ്ങൾക്കും, കുഞ്ഞുങ്ങളുടെ മക്കളുടെ കല്യാണ ആവശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ആശുപത്രി ചെലവ്, എന്തു വേണമെങ്കിലും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റിയ ഒരു ചെറിയ സമ്പാദ്യമായിരുന്നു നമുക്കവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ഇതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാവുകയും മരണത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ തീരും. ആയിരക്കണക്കിന് ആൾക്കാർ കണ്ണീരും ആയിട്ട് നടക്കുകയാണ്. അതിനൊരു പരിഹാരം എങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ നടപ്പിലാക്കിയ സഹകരണ ബാങ്കിലെ സഹകരണ സ്ഥാപനങ്ങൾ തന്നെ ഇതിനു വേണ്ടി ആ സഹകരണ സ്ഥാപനം, രാജീവ് ഗാന്ധി സഹകരണ സ്ഥാപനം ഇപ്പോഴത്തെ ഭരണസമിതി മുൻകൈയെടുത്ത് അതിന് ഒരു പരിഹാരം കണ്ടെത്തിയേ തീരൂ.